വ്യാജ പരാതികളെ പൊളിക്കാൻ സുപ്രീം കോടതി. ഇനിയും കള്ള പരാതികൾ കൊടുക്കുന്നവർ കുടുങ്ങും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കമുള്ള കേസിൽ ശക്തമായ വഴിത്തിരിവാകും. വിവാഹം കഴിച്ച സ്ത്രീകൾക്ക് മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധിന്യായം. ജസ്റ്റിസ് നാഗരത്ന മാഡത്തിന്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നു, പാദ നമസ്കാരം നടത്തും. ഇതേപോലുള്ള സ്ത്രീകളാണ് നമ്മുടെ നിയമ സംവിധാനത്തെ താങ്ങി നിർത്തുന്നത്. പുരുഷന്മാർക്ക് അനുകൂലമായി സമീപകാലത്തിൽ ഉണ്ടായ ചരിത്രപരമായ വിധിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. സുപ്രീം കോടതി വ്യാജ പരാതികളെ പൊളിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനടക്കം വൻ വിജയത്തിലേക്കാണ് ഇത് നയിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥ ബലാത്സംഗ കേസുകൾ തിരിച്ചറിയണമെന്ന് സുപ്രീം കോടതി. രാഹുൽ ഈശ്വർ അല്ല പറയുന്നത്, സുപ്രീം കോടതിയാണ് പറയുന്നത്. മെൻസ് കമ്മീഷന് വേണ്ടി വാദിക്കുന്നവരല്ല പറയുന്നത്, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ് പറയുന്നത്. ചരിത്രപരമായ വിധി, നമ്മൾ ഓരോരുത്തരും ആഘോഷിക്കേണ്ട, ആശ്വസിക്കേണ്ട വിധി, അതാണ് നമ്മൾ കേൾക്കുന്നത്. ാണ് നമ്മൾ പോകുന്നത്. വിവാഹിതയായ സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസ് നൽകാനാകില്ല എന്ന് സുപ്രീം കോടതി. നൽകാനേ ആകില്ല. രാഹുലിനെതിരെയുള്ള ആദ്യ പരാതിയും മൂന്നാം പരാതിയും ഡിം. ജസ്റ്റിസ് ബി നാഗരത്ന, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ സുപ്രധാനമായിട്ടുള്ള ഉത്തരവ്. യഥാർത്ഥ ബലാത്സംഗ കേസുകൾ തിരിച്ചറിയാൻ കോടതികൾ ജാഗ്രത പാലിക്കണമെന്നും സുപ്രീം കോടതി പറയുന്നു. ബി ബാലഗോപാൽ ചേർന്നുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബാലു, നിർണായകമായിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അത് കോടതിയുടെ മുന്നിൽ എത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സുപ്രധാന നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏത് രീതിയിലാണ് വിലയിരുത്തേണ്ടത് ബാലു? വളരെ സുപ്രധാനമായ ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിഭാഷകനെതിരെ വനിതാ അഭിഭാഷക നൽകിയ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് കേസ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഈ വനിതാ അഭിഭാഷക തന്റെ വിവാഹ ബന്ധം നിലനിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2 പരാതികൾ വന്നത് 2 സ്ത്രീകളും വിവാഹിതർ. അഭിഭാഷകനുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്നിട്ട് ആ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ വിവാഹ വാഗ്ദാനം നൽകിയാണ് ലൈംഗികമായി ഈ അഭിഭാഷകൻ പീഡിപ്പിച്ചതെന്നായിരുന്നു വനിതാ അഭിഭാഷക നൽകിയിരുന്ന ബലാത്സംഗ പരാതിയിൽ പറഞ്ഞിരുന്നത്. പിന്നീട് തന്നെ പറ്റിച്ചു എന്നായിരുന്നു ഈ പരാതിയിൽ പറഞ്ഞിരുന്നത്. തുടർന്ന് ഈ ബലാത്സംഗ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ ബി നാഗരത്നയും ഉജ്ജ്വൽ ഭുയാനും അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ച് സുപ്രധാനമായ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് 1955 ഹിന്ദു വിവാഹ നിയമത്തിലെ 5 വകുപ്പിലെ 1-ാം ഉപവകുപ്പ് പ്രകാരം വിവാഹിതരായ ഒരാൾക്ക് ആ വിവാഹ ബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകിയ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അതിനെ ബലാത്സംഗം എന്ന് വിലയിരുത്താൻ വേണ്ടി കഴിയില്ല എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. രാഹുൽ ഈശ്വർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇവരെ അതിജീവിത എന്ന് വിളിക്കരുതെന്നാണ്. അതിജീവിത എന്ന് വിളിക്കരുതെന്ന് മാത്രമല്ല, പരാതി കൊടുക്കാൻ പോലും പറ്റില്ല. പലതരത്തിലും ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ബലാത്സംഗ കേസുകൾ തിരിച്ചറിയാൻ കോടതികൾ ജാഗ്രത പാലിക്കണമെന്നും ഈ കേസ് റദ്ദാക്കിക്കൊണ്ട് യഥാർത്ഥ പീഡന പരാതികൾ, വിഷമം അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ യഥാർത്ഥ സഹോദരിമാർക്ക് കൂടി അപമാനമാണ് ഈ വ്യാജ പരാതിക്കാർ. ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്ത് പല ഭാഗങ്ങളിലും, കേരളം ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഇത്തരം പരാതികൾ വരുന്നുണ്ട്. കാരണം ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരാളുമായി ഉഭയസമ്മത പ്രകാരം ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. രാഹുലിന്റെ കേസ് ഈ വിവാഹ വാഗ്ദാനം നൽകിയതിനാലാണ് അത്തരത്തിൽ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന പരാതി പറയുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ബലാത്സംഗ കേസുകൾ വരുന്നു. ഇത് വലിയ കോളിളക്കമൊക്കെ സൃഷ്ടിക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതി. അതിൽ തന്നെ ഈ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം ഇപ്പോൾ ഒരു ചോദ്യമായിട്ട് വരുന്നതും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അതാണല്ലോ കേരളത്തിൽ ഏറ്റവും പ്രമാദമായിട്ട് ഇപ്പോൾ മുന്നിലുള്ളത്. ഇവിടെ ആ പീഡന കേസുകളിലൊക്കെ രാഹുലിന് വേണ്ടി പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. വിവാഹിതയായ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകാൻ കഴിയുക? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടർന്നുള്ള ഈ വാദങ്ങളിലൊക്കെ ഈ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം കൂടി ഒരു റെഫറൻസ് ആയിട്ട് വരുമല്ലോ ബാലു. ഇത് പ്രതിഭാഗത്തിന് കൂടുതൽ ഇളവുകൾ നൽകുന്ന രീതിയിലേക്കുള്ള ഒരു നിരീക്ഷണവുമായി മാറുകയാണല്ലോ ബാലു.
ഉമ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ഇതിനെ നമുക്ക് ഈ വിവാഹ ബന്ധത്തിൽ മീഡിയക്കാർ അവിടെ ഇവിടെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അപ്പോഴും അനുകൂലിക്കാൻ വയ്യ, രാഹുൽ മാങ്കൂട്ടത്തിനെ അപ്പോഴും അനുകൂലിച്ച് പറയാൻ വയ്യ പല ആൾക്കാർക്കും. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയാണെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകൾ അടക്കം തകർന്ന് വീഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വിവാഹം അടുത്തുകൂടെ കേട്ടോണം. ഗംഭീരം തീർന്നു. ബലാത്സംഗ കേസുകളിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് വിവാഹിതയായ ഒരു സ്ത്രീക്ക് പരാതി കൊടുക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. യഥാർത്ഥ ബലാത്സംഗ കേസുകൾ വിചാരണ കോടതിയിൽ തിരിച്ചറിയുക തന്നെ വേണം. ബലാത്സംഗം തടയാനുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്തതെന്നും സുപ്രീം കോടതി ആവശ്യപ്പെടുന്നു. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ്. ഓർക്കുക, രാഹുൽ ഈശ്വറൊക്കെ വർഷങ്ങളായി പറയുന്നതാണ്, വർഷങ്ങളായി പറയുന്നതാണ്. സുപ്രീം കോടതി ഇങ്ങനെ വിധി നൽകിയിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SK. ഛത്തീസ്ഗഡിലെ ഒരു അഭിഭാഷകനെതിരെ വനിതാ അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഇങ്ങനെയായിരുന്നു: വിവാഹ വാഗ്ദാനം നൽകി ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന പരാതി വിവാഹിതയായ ഒരു സ്ത്രീക്ക് നൽകാൻ സാധിക്കില്ല. അങ്ങനെ പരാതി നൽകിയാലും ആ പരാതി നിലനിൽക്കില്ല എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള പരാതി നിലനിൽക്കില്ല. ഈ നാട്ടിലെ ആണുങ്ങളെ വേട്ടയാടാൻ ചില ആൾക്കാർ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ അവസാനത്തിന്റെ ആരംഭമാണ്. ലൈവിലെ അടക്കം കൃത്യമായി സുപ്രീം കോടതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഫിക്കൽട്ട് ടു ബിലീവ് മാരീഡ് വുമൻ വാസ് ഇൻഡ്യൂസ്ഡ് ടു സെക്സ് വിത്ത് ഫോൾസ് മാരേജ് പ്രോമിസ്. സുപ്രീം കോടതി ക്വാഷസ് റേപ്പ് കേസ്. ആ റേപ്പ് കേസ് തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. അതിൽ ജസ്റ്റിസ് നാഗരത്നയും ജസ്റ്റിസ് ഉജ്ജൽ ഭുയാനും പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ ടൈം ആൻഡ് അഗൈൻ സെറ്റിൽഡ് ബൈ ദിസ് കോർട്ട്. ഈ കോടതി ടൈം ആൻഡ് അഗൈൻ വീണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രണ്ട് വ്യക്തികൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്, പെർസുവന്റ് ടു മാരി എന്ന് പറയുന്നത് റേപ്പ് ആകില്ല എല്ലാ കേസിലും. 375 വകുപ്പ് IPC വരണമെങ്കിൽ അത് പ്രോമിസ് ഓഫ് മാരേജ് വിത്ത് ദ സോൾ വ്യൂ ഓഫ് ഒബ്റ്റൈനിങ് സെക്ഷൽ റിലേഷൻ വേണം, അല്ലാതെ വേറെ കാര്യം പറ്റില്ല. അതായത് ഇവർക്ക് ദീർഘകാലം ബന്ധവും മറ്റു കാര്യവും ഉണ്ടെങ്കിൽ ഇത് ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് ആണ് എന്ന കാര്യത്തിൽ പറയാൻ പറ്റില്ല എന്ന് കണ്ടിന്യൂസ്ലി ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കണം, 33 വയസ്സുള്ള ഒരു മാരീഡ് സ്ത്രീയാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. അവര് പറഞ്ഞു ഇവരോട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു സെപ്റ്റംബർ 22-ന്. ആ റിലേഷൻഷിപ്പ് 2025 വരെ 2.5 വർഷം കണ്ടിന്യൂ ചെയ്തു. ഇതേ കേസ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോലത്തെ കേസ്. അതിനുശേഷം അവർ പ്രഗ്നന്റ് ആയി, അവർ അബോർട്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഇവർ തമ്മിൽ ഉടക്കി. അപ്പോഴാണ് റേപ്പ് എന്ന് പറഞ്ഞു കൊടുത്തത്. അത് ഹൈക്കോടതി പോയി ഇപ്പൊ സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി അതിശക്തമായ രീതിയിൽ അവർ മാരീഡ് ആണ്, ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കേസ് തീർന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ 1ാമത്തെ പരാതിയിലും 3ാമത്തെ പരാതിയിലും ഇത് തന്നെ ആപ്ലിക്കബിൾ ആകും. ഇത് ചരിത്രപരമായ വിധിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രമല്ല, ഓരോ ആണിന്റെയും വിജയമാണ്. ഞങ്ങളെ പോലുള്ള ഓരോ പുരുഷ ആക്ടിവിസ്റ്റുകളുടെയും വിജയമാണ്. ഈ കള്ളത്തരം ചെയ്യുന്ന നാട്ടില് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോ, അതുകൊണ്ട് വേണ്ട. അതിശക്തമായ രീതിയിൽ ഓരോ പുരുഷന്റെയും വിജയമാണ്. ഇത് ചരിത്രപരമാണ്, നമ്മൾ ആഘോഷിക്കേണ്ട വിജയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജയ് ഹിന്ദ്.